എന്തൊരു കഷ്ടം നോക്കി നോക്ക്. അവൻ വന്നിട്ട് പോവാന്ന് വെച്ചാണ്. ഇത് എത്ര നേരമായി ഇത്? അവൻ എന്ന് എത്ര മണിക്കാ വരാറ്? സാധാരണ 5:30 വരും. ഇപ്പൊ 9 മണിയായില്ലേ? ശരി, പോയിട്ട് എന്തൊക്കെ കാര്യമുള്ള നോക്കി. ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ട് പോയാ മതിയാണ്. എങ്ങടെ പോണെന്ന് എന്തേലും പറഞ്ഞ ഒന്നും പറയാറുമില്ലേ? എന്താ ഇങ്ങനെ വരുന്നേ? അമ്മാവാ, ഔ അമ്മാവനാന്നൊക്കെ അറിയാലേ? ഇന്നൊരു ഫംഗ്ഷന് പോയി. എന്ത്? ഒരു ഫംഗ്ഷൻ ഉണ്ടായി പറയാ. ഓ, അപ്പൊ ഓസിക്ക് കണ്ടമാനം കിട്ടി, അതൊക്കെ വലിച്ചു കയറ്റി അല്ലേ? കണ്ടവാനല്ലേ, ഞാൻ 2 കഴിക്കൂ. ഒറ്റ 2 അടിച്ച കോലാടാ അത്. 2 അത്രേ ഉള്ളൂ, അല്ല കൂടുതൽ കഴിക്കണ ആളല്ല ഞാൻ. 2 മതിയല്ല കാണിക്കുന്നത്. ഇതെന്താ നീ കാണിക്കണേ? എന്നാ അത് ഇവിടെ വെച്ചടാ, ഇവിടെ വെച്ചോ, ഞാൻ ഇരുന്നേരാ വേണ. എടാ, ഒരു ലൈൻമാൻ ആകുമ്പോഴേ കല്ലും വെള്ളമൊക്കെ മേടിച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഓസിക്ക് കിട്ടുമ്പോ ഇങ്ങനെ അടിച്ചടിച്ച് ശീലായി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. പിന്നെ കുടുംബത്തിലുള്ള കാശ് എടുത്ത് വെള്ളം അടിക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ഒരു തുള്ളി കഴിച്ചാ കഴിച്ചു. എന്റെ മുഖത്തോക്കടാ, നീ എപ്പോഴെങ്കിലും കഴിക്കാറ്? നീ ഇതൊരു ശീലാക്കിയിരിക്കാന്ന് ചേച്ചി എപ്പോഴും വിളിച്ച് പറയാറുണ്ടല്ലോ. ആര്? അമ്മേ? ഞാൻ എപ്പോ കുടിച്ചു വന്നമ്മ? നീ എപ്പ കുടിച്ചെന്നാ? ഇനിയിപ്പൊ ഞാൻ അങ്ങോട്ട് വിസ്തരിച്ചുതരാം. അഴകാശ, ഞാൻ അന്ന് നിന്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ വെച്ചുള്ള ഈ കുടി അവൻ പുറത്തു പോയി ഇനി പാലിക്കും ശീലിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞ് ഇവനെയും കൊണ്ട് കുടിക്കാൻ പോകരുത്, ഇവന്റെ സ്വഭാവം എനിക്ക് ശരിക്കറിയാം. ഇപ്പൊ എന്തായി? അത് നമ്മുടെ അച്ഛന്മാര് പഠിപ്പിച്ച പോലെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ പുറത്താരും കൂടെ പോയിട്ട് വെള്ളം അടിച്ചിട്ടില്ല. അത് കണ്ടുപഠിക്കണം. ഞാൻ എന്റെ മക്കളുടെയും മരുമക്കളുടെയും കൂടെ ഇരുന്നിട്ടാണ് കഴിക്കാറുള്ളൂ. ഇത് കണ്ടോടത്തുന്ന കോസി കിട്ടി കഴിച്ചിട്ട് റോട്ടിൽ കൂടെ ആടിപ്പാടി വന്ന് തറവാടിന്റെ ചീത്തപ്പേരുണ്ടാക്കി ഇറങ്ങിയിരിക്കാം. ഇല്ലാന്ന്, ഞാൻ റോട്ടിൽ കൂടെ ആടിപ്പാടി വന്നിട്ടില്ല. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാ? ഞാൻ കണ്ടല്ലേ. ഏട്ടാ, ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവൻ പറഞ്ഞു ഇവിടെ റോഡ് തല്ലിപ്പൊളിയാണ്, അതുകൊണ്ട് ഓട്ടോ ഇവിടെ വരെ വരൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ നിർത്തിക്കോ, ഞാൻ പൊക്കോളാം, എൻ്റെ വീട് എനിക്കറിയാലോ. അവന് പൈസ കൊടുത്ത് അവൻ്റെ പാട്ടിന് പോയി. ഞാൻ അങ്ങോട്ട് നടന്നു വന്നു. എന്താ നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ തറവാട്ടിലത് പറ്റില്ല. എന്ത്? ഈ വെള്ളം അടിച്ചിട്ട് രാത്രി 9 മണിക്ക് കയറി വരലൊന്നും പറ്റില്ലാന്ന്. എനിക്ക് ഈ വർത്തമാനം കേൾക്കുമ്പോഴാണ്, ഞാൻ മാത്രമല്ല ഇവിടെ കള്ളുപിടിക്കണത്, ക്ലീറ്റസ് കള്ളുപിടിക്കണില്ലേ? ക്ലീറ്റസ് കള്ളുപിടിക്കുമ്പോൾ എന്താ ആരും പറയുന്നത്? അവൻ എന്തെങ്കിലും ചെയ്തിട്ട് നീയ്യ. പിന്നെ അവൻ കള്ളു കുടിക്കാൻ പറഞ്ഞ അതിനൊരു അന്തസ്സുണ്ട്. അവൻ വീട്ടിൽ കൊടുന്ന് ആരും അറിയാണ്ടേ കഴിക്കുള്ളൂ. എന്നെ പോലെ നാട് മുഴുവൻ അറിയിച്ചിട്ടല്ല വെള്ളം അടിക്കണവൻ. അത് ശരി, അവൻ കുടിക്കുമ്പോ അന്തസ്, ഞാൻ കുടിച്ചാ ഭയങ്കര ഇങ്ങനെ കാണിക്കുന്നത് അന്തസ് കേട്ട് തന്നെ. അമ്മ അവനും ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. അവൻ അങ്ങനെയൊക്കെ കാണിക്കാൻ പറഞ്ഞ എടാ വീട്ടിലെ കാണിക്കാറുള്ളൂ. ഈ റോഡും നാടൊക്കെ അറിയിച്ചിട്ടാണ് വരവ്. അവൻ വീട്ടിലിരുന്ന് കള്ളു കുടിക്കണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് ഞാൻ അമ്മാവിന് വേണമെങ്കിൽ ഇനിയും കാണിച്ചു തരും. ഏട്ടാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ? അമ്മയുടെ അടുത്ത് അമ്മാന്റെ അടുത്ത് ഈ തർക്കിക്കണത് മിണ്ടരുത്. ഇനി ഇത് തർക്കല്ലല്ലോ. തർക്കല്ല, നല്ല ശീല. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നീ അമ്മേനും അമ്മാവനെയും മറക്കും. എന്നിട്ട് വേണം ഞങ്ങളുടെ നേർക്ക് കയ്യും വെക്കും. ഈ വക പരിപാടി ഇവിടെ പറ്റില്ല. അധിക താമസം ഇല്ല, ഏതാണ്ട് അവിടം വരെ എത്തി കഴിഞ്ഞവൻ. അമ്മ, ഞാൻ എങ്ങാനിപ്പോ ഒരു തുള്ളി കുടിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാരി നിൽക്കണ അമ്മാവനാ. ഈ അമ്മാവൻ കള്ളു കുടിക്കണ കുടിക്കടാ കുടിക്കടാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ നീ അങ്ങ് കുടിയും തുടങ്ങി. അല്ല, അവൻ ഇപ്പൊ കുടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിപ്പോ കിട്ടിയില്ല, കുടിച്ചില്ല. അങ്ങനെ കിട്ടിയാലും ഞാൻ വാരി വലിച്ചൊന്നും കഴിക്കാറില്ല. കഴിക്കണം എന്ന് തോന്നുമ്പോ നിങ്ങളുടെയൊക്കെ കൂടെ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ കഴിക്കാറുള്ളൂ. അങ്ങനെ അണക്കുവായിക്കൂടെ? എന്റെ അഴകേശ, അതാണ് ഇപ്പൊ പറ്റിയ തകരാറ്. അതാണ് ഇവൻ ഇതായി പോയത്. ഇനി ആ എഴുതരം പറ്റില്ല. അവിടെ ഈ തറവാട്ടിൽ ഇനി വെള്ളം അടിച്ച് വന്നിട്ടുള്ള പരിപാടി പറ്റില്ല. ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞപ്പോ ഒരു പുള്ളി പോയി
ഒരു തുള്ളി പോയി മദ്യപിച്ചു. അത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്നെങ്കിലും ഒരു ദിവസമാണെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോ നീ നിരന്തരം ശീലാക്കിയിരിക്കുകയാണ്. ഇനി ആ പരിപാടി ഇവിടെ പറ്റില്ല. നിരന്തരം ശീലാക്കിയിട്ടില്ല. തർക്കിക്കാനൊന്നും വരണ്ട. ഇവിടെ വെള്ളടിച്ച് വരവ് പറ്റില്ല എന്നേ പറഞ്ഞോളൂ. നിരന്തരം ശീലാക്കിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ അതെന്താ നിങ്ങൾക്ക് കേട്ടാ? അത് കേൾക്കണ്ടേ പറഞ്ഞ വെറുതെ അങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്യാം. അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇവിടെ കൂടെ വേറെ എവിടെയെങ്കിലും താമസം മാറിക്കോ. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ വയസ്സുകാലത്ത് പേടിപ്പിക്കാനും നോക്കണ്ട. താമസം മാറിക്കോ. നിങ്ങൾ മാറി ഞങ്ങൾക്ക് പുല്ല. ഞങ്ങൾ രണ്ടുകൂടെ വേറെ വഴിക്കാണ് പോയി കഴിഞ്ഞാണല്ലോ ഇവിടെ കിടന്ന് ചക്രശ്വാസം വിലക്ക്. എന്നാ കാണാം നമുക്ക്. അതെ, വീട് വാടകയ്ക്ക് എടുക്കുമ്പോ ആ ബാറിന്റെ അടുത്ത് തന്നെ മേടിച്ചോ. എന്നാ അവിടുന്ന് കുടിച്ചപ്പുറത്ത് പോയി കടന്നുറങ്ങാൻ സുഖം. എന്താണ് പറഞ്ഞു കാണിക്കണം. വേറെ പോയി താമസിച്ച് കാണിക്കും. ഞങ്ങൾ ഇവിടെ ജീവിച്ച് കാണിച്ചാൽ. ഓ, ഇനിയിപ്പൊ നീ നോക്കിയിട്ടാണല്ലോ എന്റെ ചേച്ചി ഇവിടെ ജീവിക്കുന്നത്. ഒരു കുഴപ്പമില്ല. അത് വെറുതെ അമ്മാവും വഴക്കിന് നിൽക്കുക. അത് ആദ്യം പഠിക്കും. ഒരു കാര്യം ഞാൻ പറയാം. ഇനി കള്ളും വെള്ളം കുടിച്ച് ഇവിടെ വരവ് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ വേറെ താമസം മാറി പോ. ഇനി എന്തെങ്കിലും ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചാൽ നീ താമസം മാറുന്ന ഞാനൊന്ന് കാണട്ടെ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുള്ളൂ. ഞാൻ ഇറങ്ങട്ടാ. ഇതിനാ ഞാൻ എത്ര നേരം കാത്തുനിന്ന്. പിന്നെ ഇനി ഞാൻ ഇവിടെ ഇരുന്ന് അവനൊക്കെ പ്രാന്താവും. നിങ്ങൾ വേണ്ടതുപോലെ ചെയ്തോന്ന്. ഓ, പോടായിരുന്നു. അവനെ പോട്ട്, നിങ്ങളും പോയി, എല്ലാരും പോയി. എന്റെ അമ്മേ, എല്ലാവർക്കും വെളിവില്ലാത്ത പോലെ കാണിച്ചെങ്ങനെയാ? അമ്മാനെ വിളിക്കാം. അമ്മാനെ വിളിക്കും. മതി, ഇങ്ങോട്ട് വന്നേ. നിങ്ങള് ഇങ്ങോട്ട് വരാൻ എന്ത് കളിക്കണ? നിങ്ങൾ എന്നോട് വരാൻ. ആ നടക്കാൻ നടക്കേണ്ട. നടക്കുന്നില്ലേ? നിങ്ങൾ നടക്കല്ല. Versus Alien.